ഹായ് മക്കളെ, നിങ്ങളെല്ലാവർക്കും സുഖനല്ലേടാ. നമ്മുടെ ക്ലാസ് 10 CBSE പോലെയാണോ നമ്മുടെ ക്ലാസ് 11 CBSE എന്ന് പറയുന്നത്? നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് 10 CBSEയിൽ 5 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. എന്നാൽ ക്ലാസ് 11 CBSEയിലോട്ട് വരുമ്പോൾ നമുക്ക് 14ഓളം ചാപ്റ്ററാണ് പഠിക്കേണ്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നമ്പർ ഓഫ് പേജസ് നോക്കുകയാണെങ്കിൽ 84ഓളം പേജ് മാത്രമേ നമ്മുടെ ക്ലാസ് 10 CBSEയിൽ പഠിക്കാനുള്ളതെങ്കിൽ നമ്മൾ ക്ലാസ് 11 CBSEയിലോട്ട് വരുമ്പോൾ ഏകദേശം 480ഓളം പേജുകളാണ് നമുക്ക് ഫിസിക്സിൽ മാത്രമേ പഠിക്കാനുള്ളത്. ഇത് തന്നെയാണ് മാത്തമാറ്റിക്സിൻ്റെയും അതേപോലെ തന്നെ കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെയൊക്കെ അവസ്ഥ. അപ്പോൾ ഇതിനെ എങ്ങനെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം? ക്ലാസ് 10 CBSEയിലെ അവസാനത്തെ ഒരു 4-5 മാസം കൊണ്ട് നമ്മൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കിലോട്ട് എത്തിച്ചേർന്ന പോലെ തന്നെ നമുക്ക് ക്ലാസ് 11 CBSEയിലും അങ്ങനെ സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. പ്രോപ്പർ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്കിലോട്ട് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അതിനായിട്ടാണ് മക്കളെ നമ്മുടെ അഗ്നി ബാച്ച് ഉള്ളത്. നമ്മുടെ അഗ്നി ബാച്ചിൽ ഈ ഒരു അക്കാഡമിക് ഇയറിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റഡി ടൈം ടേബിൾ ഒക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലും ഇൻസ്റ്റാൾ ചെയ്യണം മൈൻഡ് മാപ്പും അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നിങ്ങളോട് എത്താനായിട്ട് പോകുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഈ ക്ലാസ് 11 CBSE അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാം മക്കളെ.